നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പേർ പ്രതികളായ കേസിലാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. റിപ്പോർട്ട് കാണാം. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി എന്ന സുനിൽകുമാർ 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ്, ചാർലി തോമസ്, സനിൽകുമാർ, ദിലീപിന്റെ സുഹൃത്ത് ശരത് എന്നിവരാണ് മറ്റു പ്രതികൾ. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. തുടർന്ന് പ്രതികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. തുടർന്ന് പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടിയെ ആക്രമിച്ചെന്നതിന് തെളിവുകൾ ലഭിച്ചതോടെ കേസിൽ ദിലീപിനെയും അറസ്റ്റ് ചെയ്തു. ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങി 10-ലധികം വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും 2018 വിചാരണ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ വെളിപ്പെടുത്തലുകളും 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും കോവിഡ് നിയന്ത്രണങ്ങളും 8-ാം പ്രതി ദിലീപ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടരെ ഹർജികൾ സമർപ്പിച്ചതുമെല്ലാം വിചാരണ നീണ്ടുപോകാൻ കാരണമായി. 260-ൽ പരം സാക്ഷികളെ വിസ്തരിക്കുകയും 1600-ലധികം രേഖകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് തിങ്കളാഴ്ച അന്തിമ വിധി പറയുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.